രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരണമോ എന്നാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ. ഈ ലോക്കൽ ബോഡി ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ഏക സമ്മേളനമാണ്. കഴിഞ്ഞ 9 വർഷത്തെ കോൺഗ്രസിൻ്റെ സ്വപ്നമാണ് പൊലിയാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അതിന് മുൻപ് ഒരു കാര്യം പറയാം. എന്തൊരു തോന്നിയാസമാണ് ഈ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നറിയോ? ഈ വീക്ഷണം പോലൊരു പത്രത്തിൻ്റെ ഒരു വാർത്ത കണ്ടിട്ട് കേരള അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയെന്ന് പറയാം. കോൺഗ്രസ് എന്താ ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസ് നേതാക്കന്മാരെന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് പറയാം, മുഖമില്ലാത്ത കോൺഗ്രസ് പ്രവർത്തകർ വന്ന് സോഷ്യൽ മീഡിയയിൽ തലങ്ങും വിലങ്ങും എഴുതുന്നു എന്നൊക്കെ പറഞ്ഞ കോൺഗ്രസിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. ഇപ്പം മുഖമുള്ള കോൺഗ്രസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മുഖമുള്ള അവരുടെ മുഖപത്രത്തിൽ എഴുതുകയാണ്. ആർക്കെതിരെ? പരാതി കൊടുത്ത സ്ത്രീകൾക്കെതിരെ പറയുന്നത്. എന്താ സംഭവം? എന്താണ് ഒരു MLA നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നിട്ട് വീട്ടിലോടിച്ചിരിക്കുകയാണ്. ആ MLA ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ മുഖപത്രം ഇറങ്ങിത്തിരിക്കുകയാണ്. അതിൽ നടപടി സ്വീകരിച്ച ആളുടെ പേര് പ്രതിപക്ഷ നേതാവ് എന്നാണ്. പ്രതിപക്ഷ നേതാവ്, അവരുടെ ഏറ്റവും മുതിർന്ന നേതാവ്, അദ്ദേഹത്തെ തള്ളി പറഞ്ഞ് പാർലമെൻറ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. MLA സ്ഥാനം രാജിവെക്കണോ അദ്ദേഹം തീരുമാനിച്ചിട്ടെന്നുള്ള ലൈനിലാണ് പാർട്ടി ഇരിക്കുന്നത്. അപ്പോഴാണ് ഒരു സൈഡിൽ കൂടെ ഇത് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതർത്ഥത്തിലാണ് ന്യായീകരിക്കുന്നത്? കാരണം VD സതീശനെടുത്ത നിലപാട് പൂർണ്ണമായി ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ശക്തമായ നിലപാടാണ് അതെടുത്തത്. അങ്ങനെ ഒരു നേതാവും കേരളത്തിൽ എടുത്തൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. കാരണം നമുക്ക് എന്താ കാര്യമുണ്ടെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അത്ര കുറച്ചൊരു തൻ്റെ ഇടം വേണമല്ലോ. ആ തൻ്റെ ഇടം എടുത്തുപോയ നേതാവാണ് VD സതീശൻ. VD സതീശൻ ഒറ്റ കാര്യം ഉദ്ദേശിച്ചുള്ളൂ. 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്ന് ബോധത്തോടുകൂടി ചിന്തിച്ച ഒരാൾ VD സതീശൻ മാത്രമേ ഉള്ളൂ ഞാൻ വിചാരിക്കുന്നത്. ബാക്കി എല്ലാവരെങ്കിലും ഈഗോയും അവരൊരു താൻ പോയ്മയൊക്കെ വെച്ചിരിക്കുകയാണ്. ബാക്കി എല്ലാ നേതാക്കന്മാരും അങ്ങനെ ചെയ്യുന്നത്. എന്തൊരു ദാക്ഷ്യത്തോടു കൂടിയാണ് പറയുന്നത്. അടൂർ പ്രകാശ് എന്താ പറയുന്നത്? AI വിഷ്വലാണോ, AI റെക്കോർഡ് ഓഡിയോ ആണോ എന്ന് സംശയമുണ്ടെന്നാണ് പറയുന്നത്. കാരണം കേൾക്കുന്നവരെല്ലാം പൊട്ടന്മാരല്ലോ. കേരളത്തിലെ കേൾക്കുന്നവരെല്ലാവരും പൊട്ടന്മാരാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തള്ളി പറയുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരാഴ്ചയായിട്ട് കേരളത്തിൽ നടക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ പറയും. ഇപ്പോൾ വയനാട്ടിൽ അവരുടെ ഒരു മെമ്പർ മരണപ്പെട്ടു. ഒരു മെമ്പർ ആത്മഹത്യ ചെയ്തു. ഇവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണല്ലോ ആത്മഹത്യ ചെയ്തത്. അവിടെ ആ വീട്ടിലൊരു MLA കയറിപ്പോയിട്ടില്ല എന്ന്. ഒരു MLA കയറിപ്പോയിട്ടില്ല. വയനാട്ടിലെ MP, കേരളത്തിലെ ഹിന്ദിയിലെ ഏറ്റവും മുതിർന്ന നേതാവ് പ്രിയങ്ക ഗാന്ധി ഉണ്ട് വയനാട്ടിൽ. ആ വീട്ടിൽ കയറിപ്പോയിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു ഒറ്റ കോൺഗ്രസ്സുകാരൻ കയറിപ്പോയിട്ടില്ല എന്ന് അവിടെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ പറഞ്ഞത് KPCC പ്രസിഡന്റ് നേതാക്കന്മാർ എത്ര പേര് അവിടെ കയറിപ്പോയി? വളരെ ചുരുക്കം 1-2 അവിടുത്തെ പ്രാദേശികമായ കോൺഗ്രസ്സുകാർ അവിടെ പോയി നിർത്തി. എന്തുകൊണ്ടാണ് MLA മാർ ആ വീട്ടിൽ പോകാത്തെ? എന്തുകൊണ്ടാണ് ആലോചിച്ച് നോക്കി. കോൺഗ്രസ് എത്തിപ്പെട്ട അവസ്ഥ ഞാൻ പറയുന്നത്. ഞാൻ MN കാരശ്ശേരി വീട്ടിലേക്ക് കോഴിക്കോടേക്ക് വന്നു. കാരശ്ശേരി വീട്ടിൽ പോകേണ്ട ആളാണ് ഞാൻ. അദ്ദേഹത്തെ ഞാൻ ഭയങ്കര ബഹുമാനമുള്ള ആളാണ്. അവിടെ പോകേണ്ട ആളാണ്. പക്ഷേ കോഴിക്കോട് വന്ന് MN കാരശ്ശേരി മാഷിൻ്റെ വീട്ടിൽ പോകുന്ന പ്രിയങ്ക ഗാന്ധിക്ക് മീനങ്ങാടിയിലും ബത്തേരിയിലും പരിപാടി നടത്തുന്ന പ്രിയങ്ക ഗാന്ധിക്ക് 20 കിലോമീറ്റർ അപ്പുറം പോയി അവരുടെ വീട്ടിലൊന്ന് പോയി കണ്ടുകൂടായിരുന്നോ? ആ കുടുംബത്തിൻ്റെ ആ അമ്മേനെയും ആ മക്കളെയും ഒന്ന് ആശ്വസിപ്പിച്ചുകൂടായിരുന്നോ? എന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മൾ എവിടെയാണ് പോയി കോൺഗ്രസ് പോയി നിൽക്കുന്ന അവസ്ഥയാണ് ഞാൻ പറയുന്നത്. കാരണം 5ാമത്തെ മരണമാണ് വയനാട്ടിൽ നടക്കുന്നതെന്നുള്ള. 5ാമത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ, CPM-കാരനല്ല കേട്ടോ, BJP-കാരനല്ല കേട്ടോ, കോൺഗ്രസ് പ്രവർത്തകൻ്റെ മരണം നടന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ NM വിജയൻ്റെ മകള് ആത്മഹത്യ ചെയ്യിപ്പിച്ച് കൈഞ്ഞരമ്പ് മുറിച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കൈമരം? ഞാൻ പറയുന്നത് ഇത് ഇവർക്ക് തീർക്കാൻ കഴിയുന്നവരെ ഏൽപ്പിച്ചിട്ട് മിണ്ടാതിരിക്കുക അല്ല ചെയ്യേണ്ടത്. അപ്പോൾ കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ അടുത്ത കാലത്തൊന്നും, ഞാൻ പറയുന്നത് ഒരു 10-15 വർഷത്തിനുള്ളിലൊന്നും നമ്മളിത് കണ്ടിട്ടില്ല. ഞാൻ രാഷ്ട്രീയം കാണാൻ തുടങ്ങിയ കാലത്തോട് ശേഷമൊന്നും കണ്ടിട്ടില്ല കേട്ടോ. സത്യമായിട്ട് ഞാൻ പറയാം. കാരണം പൊരുതാൻ തൻ്റെ ഇടമുള്ള നേതാക്കന്മാർ പൊരുതാൻ ഇറങ്ങുന്നതാണ് കോൺഗ്രസ് കണ്ടിട്ടുള്ളത്. നമ്മൾ ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ രീതിയിൽ അറ്റാക്ക് കണ്ടിട്ടില്ലേ? KM മാണിക്കെതിരെ വലിയ രീതിയിൽ അറ്റാക്ക് കണ്ടിട്ടില്ലേ? PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നല്ല അറ്റാക്ക് കണ്ടിട്ടില്ലേ? ശക്തമായി ഇറങ്ങി നിന്ന് പോരാടി കോൺഗ്രസിൻ്റെ ഊർജ്ജസ്വലവും ശക്തി നിർത്തി മുന്നോട്ട് പോയിട്ടുള്ള കണ്ടിട്ടുള്ളത്. ഇതെങ്ങനെയാണ്? ആരോപണം വരുന്നവരുടെ റൂമിൽ കയറി അടച്ചു. ആ അടച്ചതിന് അർത്ഥം എന്താ? അടച്ചതിന് അർത്ഥം ഞാൻ പൂർണ്ണമായി ഈ തെറ്റ് ചെയ്തതിൻ്റെ ഉള്ളിൽ ബോധ്യമുള്ളതുകൊണ്ടാണ് കയറി റൂമിൽ അടച്ചത്. ബാക്കിയുള്ളവരൊക്കെ തെറ്റ് ചെയ്യാത്തവരൊക്കെ തൻ്റെ അടുത്തുകൂടി ഒന്ന് മുന്നോട്ടൊന്നും പറഞ്ഞിട്ടില്ലേ? അവർ തെറ്റ് ചെയ്തു എന്നുള്ളത് ആർക്ക് മനസ്സിലായി? പാർട്ടിക്ക് മനസ്സിലായി, പ്രതിപക്ഷത്തിന് മനസ്സിലായി, പ്രതിപക്ഷ നേതാവിന് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായ ആൾക്കാർ വരെ അതിന് നിലപാടെടുത്തു. എന്താണ്? റൂമിൽ കയറി അടച്ചൊരു MLAക്ക് എത്ര ദിവസം ഇരിക്കാൻ പറ്റുമെന്ന് തൻ്റെ അടുത്തല്ല ബോധ്യത്തോടുകൂടിയുള്ള നേതാക്കന്മാരെല്ലാം തീരുമാനമെടുത്തു. അത് ചില ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാകുന്നതെന്ന് അറിയോ? ആ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. ആ തീരുമാനം ഈ കണത്തിന് ശരിയാണ്. കാരണം എന്താ അറിയോ? 1 വർഷം തികച്ചില്ല. ഇതെന്താ ഓഗസ്റ്റ് ആയില്ലേ? അടുത്ത മെയ്യിൽ പുതിയ ഭരണാധികാരത്തിൽ വരും. ഇനി ഒരു നിയമസഭാ സമ്മേളനം ഇല്ല എന്ന്. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ്, ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് ഒരു നിയമസഭാ സമ്മേളനവും ഇല്ല. അവിടെയല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറയേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ? അന്ന് ആരോപണം ഉന്നയിച്ച സമയത്ത്, ശക്തമായ നിലപാട് സ്വീകരിച്ച സമയത്ത് അങ്ങ് രാജിവെച്ചിരുന്നെങ്കിൽ ഇന്ന് തൻ്റെ ഇടത്തോടു കൂടി വന്ന് നിയമസഭയിൽ ചോദ്യം ചോദിച്ചുകൂടായിരുന്നോ?
ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ, ഞാനൊരു ഗഡ് ഫീലിങ്ങിൽ പറയാണ്, ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിലപ്പോൾ നാളെ രാജിവെക്കും. എങ്ങനെയായിരിക്കും എന്ന് പറയാം, നമ്മൾ അന്ന് പിന്നെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചില്ലേ, ഇപ്പോൾ 1:25 ഞാൻ ഇതുവരെ രാജിവെച്ചില്ല കേട്ടോ, 1:30 രാജിവെച്ചു എന്ന് പറഞ്ഞൊരു പത്രസമ്മേളനം ഉണ്ടല്ലോ. അതുപോലെ ചിലപ്പോൾ നേരെ നിയമസഭയിലേക്ക് വരും, അത്യാവശ്യം ഓളമൊക്കെ ഉണ്ടായി, നിയമസഭ സ്പീക്കർക്ക് രാജിക്കത്തൊക്കെ കൊടുത്ത് പോകാൻ സാധ്യത കാണുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ, കാരണം ഇവർ എക്സ്ട്രീമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ, എക്സ്ട്രീമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് എക്സ്ട്രീം ചെയ്യുന്നതെന്ന് പറയുന്നത് അറിയോ, കേരളത്തിലെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ മുഴുവൻ വിലയ്ക്ക് വാങ്ങിയിട്ട് തെറിയോട് തെറിയാണ്, ചീത്തയോട് ചീത്തയാണ്. അതാ കണ്ണും മൂക്കും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്ക്? പ്രായമായവർക്കെതിരെ പറയുന്നു, ഈ എന്താണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് ഞാൻ പറയുന്നത് ഇത് ഇത്രയും എടുത്തിട്ട് CPM-നെതിരെ ശക്തമായ നിലപാട് ചിലപ്പോൾ ഇത് അധികാരത്തിൽ വന്നേനെ കേട്ടോ. അത്രയധികം കാര്യം സംവിധാനത്തെ വെച്ചിട്ട് ആർക്കെതിരെ പറയുന്നത് അറിയോ, ഇപ്പോൾ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെതിരെ, ഇവരെക്കുറിച്ച് ശബ്ദിക്കുന്നവർക്കെതിരെ പ്രതിപക്ഷ നേതാവ് വന്നിട്ട് പത്രസമ്മേളനം നടത്തേണ്ട അവസ്ഥ വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പറയാണ് ഈ സോഷ്യൽ മീഡിയ റീലുകളിലല്ല, ഇന്ന് മനസ്സിലായി കോൺഗ്രസ്സിന് റീലുകളിലല്ല കോൺഗ്രസ് ഇരിക്കുന്നതെന്ന് ഇന്ന് മനസ്സിലായി. റീലുകളിൽ പറഞ്ഞ നേതാക്കന്മാർ ഒന്നും കാണാനില്ലല്ലോ, ഒരാളെ പോലും റീലുകൾ കാണുന്നില്ലല്ലോ എന്ന്. ഇപ്പം എന്താ പറയുക, സ്വന്തം സംരക്ഷിക്കാൻ വേണ്ടി നിന്ന് ഫൈറ്റ് ചെയ്യാണ് ഈ റീല്. ഇതുകൊണ്ട് ഇങ്ങനെയും കൂടെ ഗുണമുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ നമുക്ക് ഒരാൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വടിയെടുത്ത് പോയി അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് റോട്ടിലിട്ട് അടിക്കാം, ഒക്കെ പറ്റുള്ളൂ. ഇപ്പം എന്താ പറയുക, വീട്ടിലിരുന്ന് മൊബൈൽ അടിച്ചാൽ മതിയല്ലോ. അതിനുവേണ്ടി കുറച്ച് ഗുണ്ടകളെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത് 25 ഹാൻഡിലുകൾ വ്യാജമായിട്ട് ഉണ്ടാക്കിയിട്ട് ശക്തമായ രീതി ഇതെനിക്കും പറ്റും എന്ന് പറയുകയാണ്. ഇതെനിക്കും പറ്റും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവിന് ബോധ്യമായത് എന്ത്, ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക്. ഇത് സോഷ്യൽ മീഡിയയിൽ കേരളത്തിൽ അറ്റാക്ക് കിട്ടിയവരെല്ലാം ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ, മാസങ്ങളോളം വർഷങ്ങളോളം വിളിച്ചു പറഞ്ഞത് റീലുകളാണ്, ഇവർ ചെയ്യുന്നത് ശരിയല്ല, ഇത് നല്ല രീതിയിലല്ല ഈ പ്രവർത്തനം പോകുന്നത്. 2 മണ്ഡലം ഇവർക്ക് കിട്ടിയിട്ടോ, ഏതാണെന്നറിയോ, പാലക്കാടും നിലമ്പൂരും. കോൺഗ്രസിൻ്റെ 2 കുത്തക മണ്ഡലം കിട്ടിയപ്പോൾ എന്ത് പറഞ്ഞെന്നറിയോ, അപ്പോൾ ഞങ്ങൾ പിടിച്ചെടുത്തു. പിന്നെ 2 മണ്ഡലം കൂടി ഉണ്ട്, ഒന്ന് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലം, ഒന്ന് തൃക്കാക്കര. ഈ 4 മണ്ഡലം കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമാണ്. അത് അധികാരത്തിലേക്ക് കിട്ടിയപ്പോൾ മണ്ഡലം ഞങ്ങൾ കണ്ടില്ലേ, സർക്കാരിനെതിരെ ഇങ്ങനെ പിടിച്ചെടുക്കാന്ന് പറഞ്ഞില്ലേ. ഇവരിൽ CPM-ൻ്റെ ഇരുന്ന ഏക മണ്ഡലം കേട്ടോ, ഏത്, ചേലക്കര, അതൊട്ട് കിട്ടിയില്ല. ഞാൻ അന്നേ പറയുന്നുണ്ട്, ഇതൊന്നും അടിത്തട്ടിലേക്ക് എത്തിയിട്ടില്ല, ഇപ്പം അടിത്തട്ടിലേക്ക് എത്തിയെന്ന് മനസ്സിലായി. പല സ്ഥലങ്ങളിലുണ്ടല്ലോ, നിങ്ങൾ പഞ്ചായത്ത് ഇലക്ഷന് 2 മാസം തേച്ചേ ഉള്ളൂ കേട്ടോ, 2 മാസം തേച്ചേ ഉള്ളൂ പഞ്ചായത്ത് ഇലക്ഷന്. പല മണ്ഡലങ്ങളിലും ബൂത്ത് കമ്മിറ്റി ഇല്ലാന്ന്. ഇപ്പോൾ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നോട് പറയുകയാണ്, ഇപ്പോൾ വീട് കയറി ഇവർ പിരിവ് തുടങ്ങിയല്ലോ, പല വീട്ടിലും ചിലപ്പോൾ 10 രൂപ 5 രൂപയൊക്കെയാണ് കൊടുക്കുന്നത് പോലും. ഏതൊരു രാഷ്ട്രീയ പാർട്ടി ഒരു വീട്ടിൽ രാഷ്ട്രീയ പാർട്ടി പിരിവിന് കയറുമ്പോൾ 10 രൂപ 5 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കോൺഗ്രസ് അങ്ങനെയാണെന്നോ കേരളത്തിൽ രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരുന്നത്. കോൺഗ്രസ്സിന് ചീട്ടടിച്ച് കൊടുക്കുന്ന സമയത്ത് അത് മേടിക്കാൻ തന്നെയുള്ള നേതാക്കന്മാർ വീട് കയറി തങ്ങൾ ലോക്കൽ ലെവലിലുണ്ട്. ഇന്ന് പല ബൂത്തുകളിലും ആരും പ്രവർത്തനത്തിൽ ഇറങ്ങുന്നില്ല. കാരണം എന്താണെന്ന് അറിയോ, ഈ ബൂത്തിലുള്ള വീടുകളിൽ കയറി ചോദിച്ച് അവിടുന്ന് പൈസ മേടിക്കാനുള്ള തൻ്റെ ഇടം ഈ ഏറ്റവും അടിത്തട്ടിലുള്ള അണികൾക്ക് കഴിയുന്നില്ല. അവർക്ക് എന്നിട്ട് വീട് കയറിയിട്ട് എന്താണ് ഇപ്പോൾ കോൺഗ്രസ് അവസ്ഥ ചോദിക്കൂലേ. അപ്പം എൻ്റെ വീട്ടിലേക്ക് കയറി വരികയാണ്, അപ്പോൾ നമ്മൾ ചോദിക്കൂലേ എന്താ ഇങ്ങനെ കോൺഗ്രസ് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ഈ അണികൾക്ക് കഴിയുന്നില്ല. ആരെ കുഴപ്പം എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ചെയ്ത പണിക്കാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും MP-മാരൊക്കെ ചെയ്ത പണിക്ക് വേണ്ടിയിട്ട് സാധാരണ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിന് മാത്രം വർഷങ്ങളോളം വോട്ട് കുത്തിയിട്ടുള്ള സാധാരണക്കാരൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ഇളിബരായി നിൽക്കേണ്ട അവസ്ഥ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുള്ളതാണ്. അത് നേതാക്കന്മാർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ്. അപ്പോൾ കോൺഗ്രസ് എത്തി നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഇതിനൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്നറിയോ, ഒരു 3-4 നേതാക്കന്മാർ ഒരു പാർലമെൻ്ററി യോഗം ചേർന്നിട്ട് വിളിച്ചു പറയണം, രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെച്ച് പുറത്തു പോ, ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, ഇവിടെ കോൺഗ്രസ് വേണം എന്ന് പറയണം. അത് പറയാൻ ഈ നേതാക്കന്മാർക്ക് തൻ്റെ ഇടമില്ലാന്ന്. എന്നിട്ട് പറയാണ് കുറച്ച് 5 പേര് മാറി എന്നിട്ട് പറയും, ഒരു MP കുറച്ച് നേതാക്കന്മാരും വന്ന് പറയും രാഹുൽ മാങ്കൂട്ടത്തിന് ഞങ്ങൾ സപ്പോർട്ടാണ്. അത് അവനൊരു തെറ്റ് ചെയ്തിട്ടില്ല. അയാൾ തന്നെ വന്ന് പറയാണ് എനിക്ക് ഏകദേശം തീരുമാനമായി, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം പോലും പറയുന്നില്ല. അപ്പോൾ കുറച്ച് മറ്റുള്ള ആൾക്ക് കാര്യം മനസ്സിലായി, ഇതാകെ പൊളിഞ്ഞ് വീഴാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ പറയാം നിങ്ങൾ ഇപ്പോഴെങ്കിലും ഇറങ്ങിപ്പോ, എന്നാൽ ഈ സാധനം നിന്നോളൂ എന്നുള്ളത്. എന്നിട്ട് എന്താ ഇവരൊക്കെ ഈ ശുദ്ധികലശൊക്കെ വളർത്തി തിരിച്ചു വരട്ടെ എന്ന് അന്നേരം എടുക്കാമല്ലോ. ഒരു 5 വർഷം കൊണ്ട് തീരുമാനമാവില്ലല്ലോ. ഇനി ഇവരെങ്ങനെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി ഈ ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റു തുന്നമ്പാടി, അടുത്ത ഇലക്ഷൻ തോറ്റു തുന്നമ്പാടി, ഇതൊന്നും ചർച്ചയായിരിക്കുമല്ലോ. കാരണം ഇനിയിപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുക്കണം നോക്കുക. ഈ കാര്യങ്ങളൊന്നുമില്ല നീ പരാതി പറഞ്ഞ പെൺകുട്ടികളെല്ലാം ഒന്ന് പറയണ്ടേ, അല്ലാതെ തിരിച്ചെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിനനുസരിച്ച് അന്വേഷണ റിപ്പോർട്ട് വരണ്ടേ? ഇതല്ലാതെ തിരിച്ചെടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിന് തിരിച്ചെടുക്കാൻ കാരണമുണ്ടോ? അപ്പോൾ ഇനി പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത ബഡ്ജറ്റ് ഉണ്ടല്ലോ, സെക്ഷൻ ഉണ്ടല്ലോ, ആ ബഡ്ജറ്റ് സെക്ഷനിലും കൂടെ ഈ ഇദ്ദേഹത്തെ ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് ആയിക്കൊണ്ടിരുന്നിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ ഒരു നാടകീയതയൊക്കെ നാളെ കാണാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.